തിരികെ വാർത്തകളിലേക്ക്. ടി.പി. വധക്കേസിലെ പ്രതികളുടെ സുഹൃത്തുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. പണം വാങ്ങി തടവുകാർ അനധികൃത സൗകര്യങ്ങൾ ചെയ്തെന്ന് കണ്ടെത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദ്യത്തിലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. വിവരങ്ങൾ വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും നൽകുന്നത്. വീണ, നേരത്തെ തന്നെ ഇയാൾ ഈ രീതിയിൽ ടി.പി. വധക്കേസിലെ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ പണം കൈപ്പറ്റിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായതാണ്. ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലോ. തീർച്ചയായും ഗൗതം, ടി.പി. കേസിലെ പ്രതിയായ കൊടിസുനിയുടെ സുഹൃത്തുക്കളിൽ നിന്നടക്കം ഇത്തരത്തിൽ കൊടിസുനിക്ക് ജയിലിൽ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് പണപ്പിരിവ് നടത്തിയെന്നതിനുള്ള കൃത്യമായ വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ഡിസംബർ 17-നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസെടുത്തത്. തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അനധികൃത സ്വത്ത് സമ്പാദനത്തിനും അന്വേഷണം നടന്നിരുന്നു. ജയിലിൽ പരോള്, അതായത് തടവുകാർക്ക് പരോള് നൽകുന്നതിനും ആ പരോള് നീട്ടി അനുവദിക്കുന്നതിനും ഒപ്പം തന്നെ ഈ തടവ് പുള്ളികൾക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി വ്യാപക പണപ്പിരിവ് ഇയാൾ നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് കൃത്യമായ തെളിവ് വിജിലൻസിന് ലഭിച്ചു. ഇത്തരത്തിൽ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന്, കുറ്റവാളികളുടെ ബന്ധുക്കളിൽ നിന്ന് 20 ലക്ഷം രൂപയ്ക്ക് മുതൽ വാങ്ങി എന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി 4 ദിവസം, ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് 4 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, വിനോദ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം സമാനമായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും 2 തവണ സസ്പെൻഷന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന്റെ സർവീസ് അവസാനിക്കാനായിട്ട് 4 മാസം മാത്രമാണുള്ളത്. ആ ഒരു 4 മാസക്കാലം വരെ ഈ ഒരു സസ്പെൻഷൻ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം മുമ്പാണ് ഈ വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവിട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയത്. ഡിസംബർ 17-ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുത്തു. വ്യാപകമായി ഇത്തരത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ള, വിനോദ് കുമാർ നടത്തിയിട്ടുള്ള തടവ് പ്രതികൾക്കായിട്ട് വഴിവിട്ട്, അതായത് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയും ഒപ്പം തന്നെ വഴിവിട്ട് പ്രതികളെ സഹായിക്കുന്ന നിലപാട് തുടരെ സ്വീകരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു, പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. എന്നാൽ ഈ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ചെന്നൈയിലായിരുന്നു. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതിനാലാണ് നടപടി വൈകുന്നതെന്നുള്ള ന്യായീകരണമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മടങ്ങിയെത്തി. ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ നിന്ന് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയതിനു ശേഷം ഈ ഫയലുകൾ, റിപ്പോർട്ട് സംബന്ധിച്ച ഈ ഫയലുകൾ പരിശോധിച്ചുവെന്നും അതിനുശേഷമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ സംഭവങ്ങളിൽ തന്നെ 2 തവണ ഇതിനു മുമ്പ് സസ്പെൻഷന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അതിനാൽ തന്നെ ഈ സസ്പെൻഷനിൽ ഒതുക്കുമോ എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. തുടർ നടപടികൾ ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ഉയരുകയാണ്. ഗൗതം.